ഹേ ഇപ്പോക്സി ഹിയർ. സോ ഇതിന് അലോയ് ടയറാണ്, അതേസമയം ഇതിന് സ്പോക്ക് ടയറാണ്. എന്തിനാണ് രണ്ട് രീതിയിലുള്ള ടയർ? എന്താണ് തമ്മിലുള്ള ഡിഫറൻസ്? നിങ്ങൾക്ക് ഏതാണ് നല്ലത്? അതാണ് നമ്മൾ ഈ വീഡിയോ കാണുന്നത്. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. ഫസ്റ്റ് അലോയ് വീല്. ഇപ്പൊ നമ്മൾ എവിടെ നോക്കിയാലും കാണുന്നത് ഇതാണ്. ഇപ്പോൾ ഏത് വണ്ടി ഇറങ്ങിയാലും മിക്കവാറും 90% വണ്ടിക്ക് ഇതാണ് കാണുന്നത്. സോ ഇതായിരിക്കും ബെറ്റർ അല്ലേ? അപ്പൊ പിന്നെ ഇതെന്തിനാ? ഫസ്റ്റ് ഓഫ് ആൾ മാനുഫാക്ചറിങ് കോസ്റ്റ്. ഇതുണ്ടാക്കുന്ന കമ്പനിക്ക് അലോയ് ഉണ്ടാക്കാനാണ് ഇപ്പോഴത്തെ കാലത്ത് എളുപ്പം. മുമ്പ് ഇത് മാത്രമായിരുന്നു നമ്മുടെ ഒരു ഓപ്ഷൻ, പക്ഷെ ഇപ്പോൾ ഇതാണ് എളുപ്പം. കാരണം ഇവർക്ക് ഒരുപാട് പീസുകൾ ഒരേ സമയം ഉണ്ടാക്കാൻ പറ്റും. അതാണ് മാനുഫാക്ചറിങ്ങിന് എളുപ്പമുള്ളത്. അതേസമയം ഇത് ഉണ്ടാക്കാൻ പാടാണ്. ഇതിന്റെ ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കമ്പികളും പിടിച്ചു വെക്കണം. അതിന് മാൻ പവറിന്റെ ആവശ്യമുണ്ട്. പിന്നെ അലോയ് ടയറിന് മറ്റൊരു ഉപയോഗമുണ്ട്, ട്യൂബ്ലെസ്. വെയിറ്റ് എനിക്കറിയാം ഇവിടെ സ്പോക്കുള്ള ട്യൂബ്ലെസ് ടയേഴ്സ് ഉണ്ട്. പക്ഷെ അത് നല്ല എക്സ്പെൻസീവ് ആണ്. സാധാരണ കൂടിയ വണ്ടികളിൽ മാത്രമാണ് കാണുന്നത്. അലോയ് ഇത്ര നല്ലതാണെങ്കിൽ ഇപ്പോഴും ഇതിനാ ചില വണ്ടികൾക്ക് സ്പോക്ക് ഉള്ളത്. ലൈക്ക് എക്സ്പൾസ്, BMW R1250 GS അഡ്വഞ്ചർ, ആ സാധനമൊക്കെ ഭയങ്കര പവറാണ്. പിന്നെ ഹിമാലയ, ഇതിനൊക്കെ പിന്നെ എന്തിനാ ഇപ്പോഴും സ്പോക്ക് ഉള്ളത്? ആ പാറ്റേൺ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി കാണും. ഇത് ഒന്നെങ്കിൽ ഓഫ് റോഡ് വണ്ടി ആയിരിക്കും, അല്ലെങ്കിൽ മറ്റേ ഓഫ് റോഡിന് വണ്ടി ഇറക്കണ ഹൈ ടൂറിങ് വണ്ടി ആയിരിക്കും. സോ അതിനൊക്കെ ഇപ്പോഴും സ്പോക്കാണ് ഉപയോഗിക്കുന്നത്. പിന്നെ മോട്ടോർ സ്പോർട്ട് നിങ്ങൾക്കറിയാം, ഡെർട്ട് ബൈക്ക്, അതിന് ഇപ്പോഴും സ്പോക്കാണ് ഉപയോഗിക്കുന്നത്. ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ സാധനം നല്ല ഫ്ലെക്സിബിൾ ആണ്. ഒരു ചാട്ടം വന്ന് തറയിടിക്കുകയാണെങ്കിലും ഈ കമ്പികളെല്ലാം കൂടെ ആ ഒരു ചാട്ടത്തിൻ്റെ ചെറുതായിട്ടൊക്കെ ഒന്ന് വളഞ്ഞ് അങ്ങ് കറയും. പക്ഷെ അതേസമയം ഒരു അലോയ് വീലാണ് അങ്ങനത്തെ ഒരു ഇമ്പാക്റ്റ് കിട്ടണമെങ്കിൽ ഇത് ക്രാക്കാകും. ഇത് ക്രാക്കായി കഴിഞ്ഞാൽ പിന്നെ ഗസ് ചെയ്യാനില്ല. അത് ട്യൂബ്ലെസ്സും കൂടെയാണ്, എല്ലാം പോവും. പിന്നെ ഈ സാധനം ചെറിയ വൈബ്രേഷൻ വരെ അടിച്ചു കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോവും. അലോയിന്റെ കാര്യം പറയാം. അലോയ് എപ്പോഴും ഉണ്ടാക്കുന്നത് ഒരു സിംഗിൾ പീസ് ഓഫ് മെറ്റൽ വെച്ചായിരിക്കും. അത് അലൂമിനിയം ആവാം, അല്ലെങ്കിൽ മാഗ്നീഷ്യം ആവാം. ഇത് ഒരു ഇതിൽ കാസ്റ്റ് ചെയ്ത് ഫോർജ് ചെയ്തെടുക്കുന്നതാണ്. ഈ ഒറ്റ പീസായിട്ടാണ് ഇത് വരുന്നത്. അലോയ് വീൽസിന്റെ കാര്യം പറഞ്ഞു വരുമ്പോൾ അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലൈറ്റ് വെയിറ്റ് ആണ്. സ്പോക്കിന് വെച്ച് നോക്കുമ്പോൾ ഇത് നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. സോ ഇതിന് അപ്സ്പ്രിംഗ് മാസ് കുറവായിരിക്കും. നമുക്ക് സ്പോർട്ടി ആയിട്ടുള്ള ടൈമിൽ സ്പോർട്ട് രീതിയിലുള്ള വണ്ടി ഓടിക്കുമ്പോൾ കോർണറിങ് ചെയ്യാൻ ഇത് നല്ല ഉപയോഗപ്പെടും. പിന്നെ അൺസ്പ്രിംഗ് മാസ് കുറയുമ്പോൾ വേറൊരു ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫിഷ്യൻസി കൂടും. സോ നമുക്ക് കൂടുതൽ ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിരിക്കാൻ വേണ്ടി ഈ അലോയ് ടയേഴ്സ് ഒരു രീതിയിലൊക്കെ സ്ട്രോങ് ആണ്. കാരണം ഇതിനകത്ത് നമുക്ക് കൂടുതൽ വെയിറ്റ് വെച്ചാലും അതിൻ്റെ സ്പോക്കിനൊന്നും പെട്ടെന്ന് പ്രശ്നം വരത്തില്ല. സോ ഇത് ഒരു രീതിയിൽ സ്ട്രോങ് ആണ്, പക്ഷേ ഇമ്പാക്റ്റ് റെസിസ്റ്റ് കുറവായിരിക്കും. പിന്നെ ഒരു എന്ന് വെച്ചാൽ എസ്തറ്റിക്കലി പ്ലീസിങ് ആണ്, എന്ന് വെച്ചാൽ കാണാൻ ലുക്ക്. പക്ഷേ ഇത് സബ്ജക്റ്റീവ് ആണ്. ചിലവർക്ക് സ്പോക്കിൻ്റെ ലുക്ക് ഭയങ്കര ഇഷ്ടമാണ്, ചിലവർക്ക് അലോയ് ലുക്ക് അധികം പിടിക്കത്തില്ല. പക്ഷേ ഇത് പല രീതിയിലുള്ള ലുക്ക് ഉണ്ടാക്കാം. ഇത് കാണുമ്പോൾ ഒരു പുതിയ മോഡേൺ ആയിട്ടുള്ള ഒരു വണ്ടിയുടെ ലുക്കേ തോന്നും അലോയുള്ള വണ്ടികളാണല്ലോ. പക്ഷേ അലോയ്ക്കും അതിൻ്റെതായ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ലൈക്ക് ഒന്നാമത്തെ കാര്യം, ഇത് റിപ്പയർ ചെയ്യാൻ പറ്റില്ല. വല്ലതും പറ്റിക്കഴിഞ്ഞാൽ പോക്കാണ്. പിന്നെ അലോയ് മാറ്റേണ്ടി വരും. ചിപ്പൊക്കെ ആയിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പെൻസീവാണ്. ഈ സാധനം സ്പോക്ക് ടയർ അതിനെക്കാളും അലോയ് എക്സ്പെൻസീവാണ്. അതാണ് ഒരു കൂടെ ഉണ്ടാക്കണം, എന്നാലും എക്സ്പെൻസീവാണ്. കാരണം ഇത് ഒരേ സ്റ്റീലല്ലേ, ഒറ്റ സ്റ്റീലായിട്ടുള്ളൂ. ഇനിയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ പോലെ ചില സ്പോക്കുള്ള വണ്ടികൾക്ക് ട്യൂബ്ലെസ് ടയറുണ്ട്. പക്ഷേ അതിനൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇതിൻ്റെ സ്പോക്ക് വന്നിരിക്കുന്ന ടയറിൻ്റെ വെളിയിൽ നിന്നാണ്. ഇതിലൊക്കെ നോക്കിയാൽ നടുക്കെന്നാണ് വന്നിരിക്കുന്നത് സ്പോക്ക്, പക്ഷെ അതിൽ ടയറിൻ്റെ വെളിയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു വാക്യൂം ഉണ്ടാക്കാൻ പറ്റും, അവിടെ ഒരു ട്യൂബ്ലെസ് ടയർ ഇടാൻ പറ്റും. അത് നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള വണ്ടിയൊക്കെയാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ BMW, ഞാൻ നേരത്തെ പറഞ്ഞ BMW R1250 അഡ്വഞ്ചർ GS, ഇതിന് വേറെ ഇത് ആ സാധനം, അതിന് അങ്ങനത്തെ ടയറാണ്. അങ്ങനത്തെ കൂടിയ വണ്ടിക്ക് മാത്രം അങ്ങനത്തെ ടയറായിട്ട് വരുന്നത്. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഗൈസ്. ഇതാണ് സ്പോക്കും അലോയും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് ഒക്കെ. ഓക്കെ ഗൈസ്, അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. റൈഡ് സേഫ്, ബി ഹാപ്പി. ഓക്കെ ബൈ. ഹിമാലയ, BMW R1250 GS